ഈ വിവാഹത്തിന് തയ്യാറെടുക്കുന്നവരോട് ചില വാക്കുകൾ പറയാറുണ്ട്. സ്ത്രീകളോടും പുരുഷന്മാരോടും ഒക്കെ ആയിട്ട് പറയാറുള്ള കാര്യമാണ്. വിവാഹത്തിന് സുപ്രധാനമായും ചില പുരുഷന്മാരെങ്കിലും സ്ത്രീയുടെ സൗന്ദര്യം നോക്കുന്ന ആൾക്കാരുണ്ട്, സമ്പത്ത് നോക്കുന്ന ആൾക്കാരുണ്ട്, ജാതകം നോക്കുന്ന ആളാണ്. സ്ത്രീയുടെ ഭാഗത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. പുരുഷൻ്റെ സൗന്ദര്യത്തെക്കാളേറെ അവൻ്റെ ജോലി, അവൻ്റെ സമ്പത്ത്, അവൻ്റെ കുടുംബമഹിമ, ജാതകമൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. പക്ഷേ നിങ്ങളാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ സ്വഭാവം എന്താണ്, അയാളുടെ ആരോഗ്യം എന്താണ്, അയാളുടെ ജീവിതചര്യ എന്താണ്, അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് എത്ര പേര് നോക്കാറുണ്ടെന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അത് ശ്രദ്ധിക്കാറുള്ളൂ എന്നുള്ളത് സത്യമാണ്. വിവാഹം എന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു റിലേഷൻ മാത്രമല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള, രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള ഒത്തുചേരലാണ്. ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേർന്നെങ്കിൽ മാത്രമേ ഒരു വിവാഹബന്ധം നന്നായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. പല വിവാഹബന്ധങ്ങളും മുന്നോട്ട് പോകുന്നത് അഡ്ജസ്റ്റ്മെൻറ്റുകളിലാണ്. ഏതെങ്കിലും ഒരാൾ ഡിപ്പെൻഡ് ആവും, മറ്റേ ആൾ ഡോമിനൻ്റ് ആവും. വന്ന് പെട്ടുപോയല്ലോ എന്ന് വിചാരിച്ചിട്ട് മിക്ക ആൾക്കാരും അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. സന്തോഷപൂർവ്വം എന്ന് പറയപ്പെടുന്ന പല കുടുംബ ബന്ധങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വളരെ കുറച്ച് കുടുംബ ബന്ധങ്ങൾ മാത്രമാണ് പരസ്പരം മനസ്സിലാക്കി അഫെക്ഷനോടെ മുന്നോട്ട് പോകുന്നത്. വളരെ രസകരമായൊരു ചൊല്ല് വിവാഹത്തെക്കുറിച്ച് പറയാറുണ്ട്. കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ വിവാഹിതരെക്കുറിച്ച് പറയാറുണ്ട്. നിങ്ങൾ അപരിചിതരോട് സംസാരിക്കരുത്, വേണമെങ്കിൽ കല്യാണം കഴിച്ചോളൂ എന്നാണ് ഇവിടുത്തെ ഒരു അറേഞ്ച്ഡ് മാരേജിൻ്റെ സ്വഭാവം. ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം വിവാഹിതരാകാൻ പോകുന്ന വ്യക്തികൾ പരസ്പരം കാണുന്നു, എന്തൊക്കെയോ സംസാരിക്കുന്നത് കൂടുതലും ജോലി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചിട്ടായിരിക്കാം. പരസ്പരം മനസ്സിലാക്കുവാൻ അവർ തയ്യാറാവുന്നില്ല. വിദേശ രാജ്യങ്ങളിലേക്കാണ് ഡേറ്റിംഗ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ഇവിടെ ഡേറ്റിങ്ങിൻ്റെ അർത്ഥം വേറെയാണ്, ഈ പരിപാടിയല്ല. പരസ്പരം മനസ്സിലാക്കാൻ ഉതകുന്ന അവരുടെ സ്വഭാവ സവിശേഷതകൾ, ആരോഗ്യം, അവരുടെ ചര്യ, ആറ്റിറ്റ്യൂഡൊക്കെ പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു പരിപാടിയാണ് ഈ ഡേറ്റിംഗ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിൽ ഡേറ്റിംഗ് എന്ന് വെച്ചാൽ സെക്സ് ചെയ്യാനുള്ള ഒരു കൂട്ടായ്മയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിവാഹബന്ധത്തിൽ സൗന്ദര്യത്തിന് പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ സൗന്ദര്യം, സമ്പത്ത് എന്നൊക്കെ പറഞ്ഞ ആദ്യത്തെ കുറച്ച് ദിവസം മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ ഒരു സ്വഭാവം പ്രധാനം അത് തന്നെയാണ്, നിങ്ങളുടെ ജാതകമല്ല. നിങ്ങളുടെ ജാതകം എന്ന് പറയുന്നത് നിങ്ങളുടെ പരസ്പരമുള്ള മനസ്സിലാക്കലും സ്വഭാവവും ഒക്കെയാണെന്നുള്ളതാണ് സുപ്രധാന കാര്യം. പല കുടുംബങ്ങളിലും പരസ്പരം യോജിക്കാത്ത വ്യത്യസ്ത വേവ് ലെങ്തുകളിലുള്ള വ്യക്തികൾ തമ്മിൽ ചേർന്നാൽ വലിയ താമസമില്ലാതെ അവിടെ പൊട്ടിത്തെറിയുണ്ടാവും, ഉറപ്പാണ്. നമുക്കറിയാം, ഈ കാമം എന്ന പരിപാടിയിലേക്ക് പുരുഷന്മാരാണെങ്കിൽ ഒരു പെണ്ണിനെ സെക്ഷലി ഉപയോഗിക്കാൻ വേണ്ടിയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ സൗന്ദര്യം ഒന്നും നോക്കില്ല. കാരണം അതൊരു വൺ ടൈം റിലേഷനാണ്. പക്ഷേ സ്ത്രീകൾ അങ്ങനെയല്ല. സ്ത്രീകൾ കുറച്ചും കൂടെ സെക്ഷലി ഒരാളെ ചൂസ് ചെയ്യപ്പെടുമ്പോൾ അവൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഒന്ന്, ഈ ഒരു റിലേഷൻ പുറത്തറിയാൻ പാടില്ല എന്നുള്ള ഒരു രഹസ്യ സ്വഭാവമുള്ള ആളവർ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ചില സ്ത്രീകളെങ്കിലും മസിലും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, സൗന്ദര്യം ശ്രദ്ധിക്കാറുണ്ട്. പുരുഷൻ അങ്ങനെ പോലും ഉണ്ടാവാറില്ല. പക്ഷേ പ്രണയത്തിൽ രണ്ടുപേരും കുറച്ചും കൂടെ കരുതലുണ്ട്. പുരുഷനാണെങ്കിൽ സൗന്ദര്യം നോക്കും, അവരുടെ ആറ്റിറ്റ്യൂഡ് നോക്കും, തിരിച്ച് സ്ത്രീയും അവൻ്റെ ഒരു കെയറും ഇതൊക്കെ നോക്കും. പ്രണയത്തിൽ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ വിവാഹബന്ധത്തിൽ മിക്ക ആൾക്കാരും, പ്രത്യേകിച്ച് കുടുംബങ്ങൾ, അച്ഛനും അമ്മയൊക്കെ നോക്കുന്ന ചെറുക്കൻ്റെ സ്വഭാവത്തെക്കാളേറെ അവൻ്റെ ജോലി എന്താണ്, സമ്പത്ത് എന്താണ്, അവൻ്റെ കുടുംബമഹിമ എന്താണെന്നൊക്കെയാണ്. തിരിച്ച് പെണ്ണിൻ്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പെണ്ണിൻ്റെ സൗന്ദര്യമുണ്ടോ, പെണ്ണിനെ നടത്തി നോക്കിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പെണ്ണിന് ജോലിയുണ്ടോ, പെണ്ണിന് സമ്പത്തുണ്ടോ, സ്ത്രീധനം എന്ത് കിട്ടും, ജാതകം എങ്ങനെയൊക്കെയാണെന്നൊക്കെയാണ് നോക്കുന്നത്. പക്ഷേ അവരുടെ സ്വഭാവ സവിശേഷതകൾ, അവർ നമ്മുടെ വേവലിംഗത്തിൽ ഒത്തുചേർന്ന ആൾക്കാരാണോ, ഒരാൾ ദേഷ്യപ്പെടുന്ന ആളാണെങ്കിൽ ഇയാളും ദേഷ്യപ്പെടുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളാണ് നമ്മൾ ആദ്യം തുലനം ചെയ്യപ്പെടേണ്ടത്. അല്ലാണ്ട് ഒരാളുടെ ജാതകമോ ഒരാളുടെ സൗന്ദര്യമോ സമ്പത്തോ ഒന്നുമല്ല എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. നിരവധി കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുവാനുള്ള സുപ്രധാന കാരണം ഇത്തരത്തിലുള്ള സെലക്ഷൻ പോരായ്മകളാണ്. ഒരാൾ ഒരു പെണ്ണിനെക്കുറിച്ച് പറയുന്നു, പെണ്ണിനെ കാണാൻ പോകുന്നു, ഒരു ഔദ്യോഗിക ചടങ്ങാണ് പെണ്ണ് കാണൽ. പെണ്ണ് ചെന്നും ഒരുങ്ങി നിൽക്കുന്നു, ചായ കൊടുക്കുന്നു. ഈ കാലം ഏറെ മാറിയെങ്കിലും ഈ ട്രഡീഷണൽ ചടങ്ങിന് ഇപ്പോഴും മാറ്റമൊന്നുമില്ല. വളരെ കുറച്ചിടങ്ങളിൽ മാത്രമേ ഉള്ളൂ അത്തരത്തിൽ പരസ്പരം കണ്ടെത്തി ഒന്നു പോകുന്നവർ. ഇനി പ്രണയബന്ധത്തിലായവർ വിവാഹം കഴിക്കുമ്പോൾ പോലും ചില പ്രശ്നങ്ങളുണ്ട്, അതുകൂടെ മനസ്സിലാക്കിയിരിക്കുക. രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രണയിച്ചു തുടങ്ങുമ്പോൾ അവരുടെ ലൈഫിൽ ഏറ്റവും നല്ല സ്വഭാവ സവിശേഷതകൾ മാത്രമേ പരസ്പരം അവർ കാണിക്കാറുള്ളൂ. വളരെ കുറച്ച് ബന്ധങ്ങളിൽ മാത്രം അവർക്കറിയാം ഇവൻ ഇങ്ങനെയാണ്, ഇവൻ ചൂടനാണ്, ഇവൻ പ്രശ്നക്കാരനാണെന്നൊക്കെ അറിയാം. അത് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടുള്ള പോക്കാണ്. ഇനി ഇങ്ങനെയല്ലാതെ ഈ ഒരു പ്രേമബന്ധം വിവാഹത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ പതുക്കെയാണ് ഓരോ രീതികൾ പുറത്തേക്ക് വരിക. കാരണം ഒളിച്ചു വെച്ചിരുന്ന പല സ്വഭാവ രീതികളും പുറത്തേക്ക് ചാടും. അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്, ദൈവമേ, ഞാൻ കണ്ടയാളല്ലോ ഇവൻ അല്ലെങ്കിൽ ഇവളെന്ന്. വിവാഹബന്ധം ഒരു നല്ല പാർട്ണർഷിപ്പ് ബിസിനസ് കണക്കാണ്. ഒത്തു കിട്ടിയില്ലെങ്കിൽ ബിസിനസ് പൊളിയും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടെത്തുന്ന പാർട്ട്ണറെക്കുറിച്ച് A to Z നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. 100% നമുക്ക് ആരെയും മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ
ഒരു 60% വരെ നമുക്ക് അയാളുടെ ആറ്റിറ്റ്യൂഡ് വെച്ചും അയാളുടെ സ്വഭാവം വെച്ചും അയാളുടെ രീതികൾ വെച്ചും അയാളെ അളക്കുവാൻ പറ്റും. അയാൾ നിങ്ങൾക്ക് പറ്റിയ ആളാണെന്ന് ആദ്യം ഉറപ്പിക്കുക. അതിനുള്ള സമയവും സാവകാശവും വീട്ടുകാരോട് ചോദിക്കുക. മിക്ക വീട്ടുകാരും പെൺകുട്ടികളോട് പറയുന്നത് അമ്മ കണ്ണടയ്ക്കുന്നതിന് മുമ്പേ, അച്ഛൻ കണ്ണടയ്ക്കുന്നതിന് മുമ്പേ, അമ്മുമ്മ കണ്ണടയ്ക്കുന്നതിന് മുമ്പേ നിന്റെ വിവാഹം ഒന്ന് കാണണമെന്നായിരിക്കും പലരും പറയുന്നത്. നിന്റെ കുഞ്ഞിക്കാലത്ത് കണ്ടിട്ട് വേണം അപ്പൂപ്പനെ കണ്ണടയ്ക്കാനെന്നായിരിക്കും പറയപ്പെടുന്നത്. അപ്പൂപ്പൻ്റെ കണ്ണടയ്ക്കാൻ വേണ്ടി നമ്മുടെ ജീവിതം കൊണ്ട് ഹോമിക്കേണ്ട ആവശ്യം എന്താണെന്ന് തിരിച്ചു ചോദിക്കുവാനുള്ള ധൈര്യം പെൺകുട്ടികൾക്കുണ്ടാവണം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എല്ലാ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, നിങ്ങൾക്ക് സ്വന്തക്കാലിൽ നിൽക്കുവാൻ ഒരു ജോലി തരപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ഓണ്ടർപ്രണറായിട്ട് മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നതിനാണ് എൻ്റെ അഭിപ്രായം. ഇത്ര വയസ്സിലെ വിവാഹം കഴിക്കാവുന്ന ഒരു ഇതും വെക്കരുത്. നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം. നാളെ ഭർത്താവ് നിങ്ങൾ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം. പലപ്പോഴും പല സ്ത്രീകളും അനുഭവിക്കുന്ന ഇത്തരം അവസ്ഥയിൽ കൂടിയാണ്. കാരണം ജോലിയില്ലാതെ വരുന്നു, പ്രസവിച്ച് കുട്ടികളായി പോകുന്നു, ഈ കുട്ടികൾ നോക്കാൻ വേറെ വഴിയില്ല. സ്വാഭാവികമായിട്ടും ഹസ്ബൻഡ് പറഞ്ഞത് കേട്ടേ പറ്റുള്ളൂ, അവൻ്റെ ചെലവിലാണ് താമസിക്കേണ്ടി വരിക. ആ രീതി മാറണം. നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കണം. നിങ്ങളൊരു കുട്ടി ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നത് പോലും പരസ്പരം മനസ്സിലാക്കിയ ശേഷം മതി. വിവാഹം കഴിഞ്ഞിട്ട് പിറ്റേന്ന് തന്നെ കുട്ടി ഉണ്ടാവും ഇത് ചിന്ത വേണ്ട, അങ്ങനെ ഉണ്ടാക്കുകയും വേണ്ട. നമ്മുടെ നാട്ടുകാരാണ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. വിവാഹം കഴിച്ചില്ലെങ്കിൽ കഴിക്കാത്ത എന്താണെന്ന് ചോദ്യമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ എന്തേ ആയില്ലെന്ന് ചോദ്യമായിരിക്കും. ഒരു കുട്ടിയായാൽ പിന്നെ രണ്ടാമത്തെ കുട്ടി ഇല്ലെന്ന് ചോദ്യമായിരിക്കും. ഇനി മൂന്നാമത്തെ കുട്ടിയാൽ ഇത് തന്നെ പണിയില്ലേന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. നാട്ടുകാരെ പേടിച്ച് നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുക. പരസ്പരം മനസ്സിലാക്കി ഒത്തുപോകുന്ന വ്യക്തികളാണെങ്കിൽ മാത്രമേ ഒരു പുതുജീവന് നിങ്ങൾ ജന്മം കൊടുക്കാവൂ. അതല്ലെങ്കിൽ നാളെ നിങ്ങൾ വേർപിരിയേണ്ടി വന്നാൽ ലോകത്തെ ഏറ്റവും വലിയ പാവമാണ് നിങ്ങൾ ചെയ്യുന്നത് ആ കുട്ടിയോട്. അച്ഛനും അമ്മയും ആ കുട്ടിക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. വിവാഹബന്ധം നേരത്തെ പറഞ്ഞതുപോലെ ഒരു മികച്ച പാർട്ട്ണർഷിപ്പാണ്. ഒരു നല്ല ക്രിക്കറ്റ് ടീമിൻ്റെ പോലെ, ഒരു നല്ല ബിസിനസ് ടീമിൻ്റെ പോലെ പരസ്പരം ഒത്തൊരുമിച്ച് സ്നേഹത്തോടെ മുന്നോട്ട് പോകേണ്ട ഒരു മികച്ച പാർട്ട്ണർഷിപ്പ്. ഇത്തരത്തിലുള്ള ഒരു നല്ല പാർട്ട്നേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.